ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഹൈറിച്ച് തട്ടിപ്പ് നടത്തി പൂട്ടിക്കെട്ടി എങ്കിലും ഇവരുടെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ നെഗറ്റീവുകാരുടെ കളിയാണെന്നും ഇതിൻ്റെ പിന്നിൽ വൻ ശക്തികളാണെന്നും നമ്മുടെ കമ്പനി ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള കമ്പനിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ ജനങ്ങളെ പണം പോയവരെ ബ്രെയിൻ വാഷ് ചെയ്ത സമയത്ത് എനിക്ക് നിരന്തരം ചീത്തവിളികളും ശാപങ്ങളും ശാപവാക്കുകളും ഒക്കെയായിരുന്നു. ഇവരുടെ ഗ്രൂപ്പുകളിലെ ഇത്തരത്തിലുള്ള നിരന്തരമായ എനിക്കെതിരെയുള്ള ആക്രമണത്തെ തുടർന്ന് കണ്ണൂരുള്ള ഒരു വ്യക്തി എൻ്റെ നമ്പർ കണ്ടുപിടിച്ച് എനിക്കെതിരെയും എൻ്റെ കുടുംബത്തിനെതിരെയും വളരെ മോശമായ രീതിയിൽ പ്രതികരിക്കുകയുണ്ടായി. ഞാൻ അതിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും അത് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുകയും 1 മാസത്തിന് ശേഷമാണ് ഇതിൻ്റെ നടപടികളൊക്കെ ഉണ്ടായിരുന്നത്. ഞാൻ നൽകിയ നമ്പറിൽ വിളിച്ച് ഈ അധിക്ഷേപിച്ച പ്രാഗിയ വളരെ മോശമായി മെസ്സേജ് അയച്ച വ്യക്തിയെ പോലീസ് തിരിച്ചു വിളിക്കുകയും അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അതിനുശേഷം എന്നോട് എന്താണ് വേണ്ടത്, ഇദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറാണ്, ഇദ്ദേഹം ഒരു സാധാരണ കൂലിപ്പണിക്കാരനാണ്, അദ്ദേഹം പണം പോയ വിഷമത്തിൽ നിങ്ങളെ അങ്ങനെ അധിക്ഷേപിച്ചതാണ്, അദ്ദേഹത്തിന് ഇപ്പോൾ വളരെ വിഷമമുണ്ട് എന്നും എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ എന്നോട് ചോദിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ കേസിലേക്ക് പോകണമെന്നോ ഇദ്ദേഹത്തെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകണമെന്നോ എനിക്കൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം എൻ്റെ ഫോണിൽ വിളിച്ച് വളരെ മാപ്പപേക്ഷയും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുകയുണ്ടായി. എങ്കിൽ കൂടി അദ്ദേഹം അത് ആ സമയത്തെ ആ ഒരു കേസിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ഉള്ള ഒരു നടപടിയായിട്ടാണ് അദ്ദേഹത്തെ വീണ്ടും ഗ്രൂപ്പുകളിലൊക്കെ നിരീക്ഷിച്ച എനിക്ക് മനസ്സിലായത്. എന്നാൽ അതിൽ നിന്ന് ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറേ മാസങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിന് നല്ല മാറ്റം കാണുന്നുണ്ട്. നമ്മളൊക്കെ പറഞ്ഞത് തന്നെ അദ്ദേഹം കമ്പനിക്കെതിരെ പ്രയോഗിക്കാൻ കമ്പനി തട്ടിപ്പാണെന്നും നമുക്കൊക്കെ പണം കിട്ടിയാൽ മതിയെന്നും ലീഡർമാരെയും കമ്പനിയെയും ഈ കേസ് നീട്ടിക്കൊണ്ടുപോയവരെയൊക്കെ അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ ഇപ്പോൾ ഗ്രൂപ്പുകളിലൂടെ വിമർശിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് വന്നിരിക്കുന്ന ഈ മാറ്റത്തിൽ വളരെ സന്തോഷമുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. ബൈ.